ഈ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സ്റ്റേജെത്തി കഴിയുമ്പോൾ മറ്റേതോ ഒരു ലോകത്താണ്. പല ആളുകൾക്കും അവരുടെ സെൻസ് 5 സെൻസിനേക്കാൾ കൂടുതൽ സെൻസസ് ഒന്ന് ആക്റ്റീവാകും. 5ഉം കുറച്ചധികം ആക്റ്റീവാകും. ചില ആളുകൾക്ക് ഈ 6th സെൻസ് വളരെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഹൈപ്പറായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതാത്മാക്കൾ എന്ന് പറയുന്ന തരത്തിലെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് കൂടുതലും. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സബ്സ്റ്റൻസിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ചക്ര ടേറാകുന്നു. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറിയാവുന്ന ആളുകൾ അതങ്ങോട്ട് തുറന്ന് പറയുകയില്ല. കാര്യം വേറൊന്നും കൊണ്ടുമില്ല, പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊക്കെ കേട്ടതുപോലെ ഈ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സോള് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്ന് വിഡ്രോ ആയി പോവുകയില്ല. ഫിസിക്കൽ ഡിഫിക്കൽട്ടീസായി അതോടൊപ്പം തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളുകൾ വരെയുണ്ട്, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത ആളുകളുണ്ട്. ഇവൻ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പോലും ബോധാവസ്ഥയിലിരിക്കുന്ന ഒരു മകൻ അമ്മേനെ പീഡിപ്പിക്കുക, സഹോദരിനെ പീഡിപ്പിക്കുക, ചക്രാസ് വീക്കാവുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനൊന്നും ആ സമയത്ത് കാണില്ല. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത്. നിരവധിയായ സമയങ്ങളിൽ അബാക് മീഡിയക്കൊപ്പം ചേരുകയും പ്രേക്ഷകർ ഏറെ കൈനീട്ടി ഈ അഭിമുഖങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി, സൈക്കിക് മീഡിയം ആയിട്ടുള്ള ഒരു വലിയ പേഴ്സൺ. എന്തു തന്നെയായാലും ഒരുപാട് തവണ പ്രേക്ഷകരൊക്കെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, എവിടെയാണുള്ളത്, വീണ്ടും ഒരു അഭിമുഖം എന്തേ ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നേരിട്ട് ആ വ്യക്തി തന്നെ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ശ്രീ ടിറ്റി വർഗീസ്, സ്വാഗതം. നമസ്തേ മാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്തുണ്ട്? ഇവിടെയും സുഖമായിട്ട് പോകുന്നു. മാം, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ലഹരി മൂലമുള്ള കൊലപാതകങ്ങൾ, ഏതൊരു കേസെടുത്തു കഴിഞ്ഞാലും അത് 50% അതിൽ ലഹരിയുടെ പ്രയാസങ്ങളുണ്ട് എന്നാണ് പോലീസ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിലും പല ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നു. സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് മനസ്സിൻ്റെ നമ്മളൊരു കാരുണ്യം, സ്നേഹം ഇതൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ചർച്ചയാകുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പറയുന്ന കൊലപാതകങ്ങളിൽ വളരെ കുറച്ചെണ്ണമെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ആത്മാവിൻ്റെ ഒരു സ്വാധീനം മൂലം ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളായിരിക്കാമോ ഇത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ചർച്ചയാവുന്നുണ്ട്. എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ചാനൽസ് മുഖേനയും ലൈവ് സെഷൻസിലും ഒക്കെ തന്നെയും പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അതിനെ കേവലം ഒരു വളരെ കാഷ്വൽ ടോക്ക്, അതല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞ് കളിയാക്കി നടന്ന ഒരു സമൂഹത്തിൽ നിലവിൽ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ചാനലുകൾ മുഖേന കുറച്ചുകൂടെ ഗഹനമായിട്ട് അതിൻ്റെ ഒരു ആത്മീയ വശത്തിനെ പറ്റിയും ആത്മീയതയേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ പ്രശ്നങ്ങൾ ഒരു പർട്ടിക്കുലർ ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. അതിന് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു കൺഗ്രാജുലേഷൻ. വലിയൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ തന്നെയും ഭൗതിക ലോകത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ യഥാവിധി അതിൻ്റേതായ രീതിയിൽ തന്നെ അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. ജീവിത രീതികൾ ആ രീതിക്ക് മാറ്റിക്കൊണ്ടുപോയേ പറ്റുള്ളൂ. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ട്. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഞാനൊരു അധ്യാപികയെ പോലെ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ആൽക്കഹോളിസം അത് ഒരു സർട്ടൻ എമൗണ്ടിൽ കൂടുതലാകുമ്പോഴും ഡ്രഗ് അബ്യൂസ്, സബ്സ്റ്റൻസ് അഡിക്ഷൻസ്, സബ്സ്റ്റൻസിൻ്റെ യൂസേജ്, ഇതൊക്കെ ഒരു വ്യക്തിയുടെ സൂക്ഷ്മ ശരീരത്തിനെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യന് 7 പ്രധാനപ്പെട്ട ചക്രങ്ങളുണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സ്റ്റേജെത്തി കഴിയുമ്പോൾ മറ്റേതോ ഒരു ലോകത്താണ്. എനിക്ക് ആളുകൾ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ലോകത്താണ്. ഞങ്ങൾ എന്തൊക്കെയോ കാണുന്നു, ഭയങ്കര മനോഹരമാണ്. ഈ മനോഹരമായ കാഴ്ചകൾക്കപ്പുറം പിന്നീട് എന്ത് സംഭവിക്കുന്നു? മനോഹരമായ കാഴ്ചകൾ കാണുന്നവരുടെ ഗണമൊന്നും
ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് കാണുന്ന ലോകങ്ങളിൽ നിരവധിയായിട്ടുള്ള ഭയാനകമായിട്ടുള്ള അനുഭവങ്ങളും സെയിം പേഴ്സൺ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആൽക്കഹോളിൻ്റെ ഉപയോഗവും അതൊക്കെ തന്നെയാണ്. ഞാൻ ആൽക്കഹോളിന് അങ്ങേയറ്റം എതിരെ അങ്ങനെ പറയുന്നതാണ് ഒന്നും ചിന്തിക്കേണ്ട കാര്യം. ഓരോ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിനൊരു സർട്ടൺ എമൗണ്ട്, ഒരു ശരീരത്തിന് ബോധാവസ്ഥയിൽ നിലനിർത്താനായിട്ടുള്ള ഒരു സർട്ടൺ എമൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൽക്കഹോളൊക്കെ എബ്രോഡുള്ള ആളുകൾ യൂസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? ഇവിടെ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക, നിൽക്കുക, കുടിക്കുക, പോയി 2 ടച്ചിങ്സ്, വീണ്ടും പോവുക, ഓടിപ്പോവുക, കുടിക്കുക, അടുത്ത ടച്ചിങ്സ്, അടുത്തത്. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് കറക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ എബ്രോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആൽക്കഹോളിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ലോ കേട്ടോ. അങ്ങനെയുള്ള മദ്യപാനമാണ്. അതെ, വെജിറ്റബിൾസ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, റെസ്റ്റിംഗ് ടൈം ഉണ്ട്, കുറച്ച് നേരം നീന്താൻ പോകും, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ എന്തു തന്നെ ആണെങ്കിൽ പോലും ലിമിറ്റ് വിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വീക്കാണ്, എന്നുവെച്ചാൽ കുറഞ്ഞ അളവിലാണ്. എന്നാൽ എവിടെ തന്നെ ആണെങ്കിലും അതർ സബ്സ്റ്റൻസസ്, നിലവിൽ നമ്മൾ കേരളത്തിലിപ്പോൾ എല്ലാ വാർത്താ മാധ്യമങ്ങളും വളരെ ഗൗരവമായിട്ട് കണക്കാക്കുന്ന വിഷയങ്ങൾ പലതരമുണ്ട്. അതിൽ ഈ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയത്തേക്കെങ്കിലും പല ആളുകൾക്കും അവരുടെ സെൻസ് 5 സെൻസിനേക്കാൾ കൂടുതൽ സെൻസസ് ഒന്ന് ആക്റ്റീവാകും. 5ഉം കുറച്ചധികം ആക്റ്റീവാകും. ചില ആളുകൾക്ക് ഈ 6th സെൻസ് വളരെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഹൈപ്പറായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ വിഷ്വലൈസ് ചെയ്തതും ഒക്കെ തന്നെയും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ സത്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അവർ കാണുന്നുണ്ട്, സത്യമാണ്. എന്നാൽ ഇവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണ സോളോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ സോളോ ഒന്നുമല്ല. സ്റ്റക്കായിട്ട് കിടക്കുന്ന, ഗ്രൗണ്ടഡായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വാക്ക് എന്നുള്ള രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതാത്മാക്കൾ എന്ന് പറയുന്ന തരത്തിലെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് കൂടുതലും ഇത്തരത്തിലെ സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് വളരെ കുറച്ച് സമയത്തേക്ക് സെൻസസ് ആക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവർക്കിത് നോർമൽ അവസ്ഥയിൽ സാധിക്കുന്നില്ല? ഒരു ചോദ്യമാണ്. നോർമൽ അവസ്ഥയിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ ജന്മന അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 6th സെൻസൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. അതൊരു കഴിവ് എന്നുള്ളതിനുപരി എനിക്ക് തോന്നുന്നു ഐ വുഡ് ലൈക്ക് ടു സേ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ സൈക്കിക്കായിട്ടുള്ള ആളുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ ഭൂമിയുടെ പല സ്ഥലങ്ങളിൽ. സാധാരണ ആളുകൾക്ക് ഈ ഒരു എക്സ്റ്റസി ലെവലൊക്കെ എത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ സബ്സ്റ്റൻസസിൻ്റെ ഉപയോഗം വേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ സിസ്റ്റത്തിലൂടെ നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾക്ക് മുമ്പിൽ അപ്പാരിഷനായിട്ട് വരുന്നതും ഒക്കെ തന്നെയും റോങ് സോൾസ്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ്, നെഗറ്റീവ് എൻറ്റിറ്റീസ് ഉണ്ട്. ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ഒന്നും, എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് വേറൊരു സെഗ്മെൻറ്റുമാണ്. എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വളരെ പവർഫുള്ളായിട്ടുള്ള ഈവിൾ എൻറ്റിറ്റീസാണ്. ഈ ഈവിൾ എൻറ്റിറ്റീസ് ഉൾപ്പെടെ കണക്റ്റ് ആകും. ഈശ്വരാനുഗ്രഹമുള്ള ഒരാൾക്ക് ഇതൊന്നും വരികയില്ല. പ്രാർത്ഥനയുള്ളവർക്ക് പ്രൊട്ടക്ഷനുണ്ട്, സംരക്ഷണമുണ്ട്, ദേവതകളുണ്ട്, ഉപദേവതകളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളെവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് ഉത്തരവാദിത്വമുള്ള നമ്മുടെ പൂർവികരുണ്ട്. ഇപ്പോൾ ഇടവപ്പള്ളിയിലാണെങ്കിൽ അവിടെ നിന്നുള്ള ചൈതന്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഇത്തരത്തിലെ സബ്സ്റ്റൻസിൻ്റെ ആവശ്യമില്ല. അവർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. ദർ ഓൾറെഡി ഇൻ സ്പിരിച്വൽ എക്സ്റ്റസി. ദേ ഡോണ്ട് നീഡ് എനി അതർ എക്സ്റ്റസി. അതേസമയം ഇതൊന്നും ഇല്ലാതെ ഈ എന്താ പറയുക, കാലത്തിൻ്റെ കുത്തൊഴുക്കെന്നോ എന്ത് വേണേലും പറയാം, ജനറേഷണൽ ഗ്യാപ്പെന്നോ 2K കിഡ്സോ അല്ലെങ്കിൽ 90s കിഡ്സോ, എനിക്കറിയില്ല, എന്ത് വേണമെങ്കിലും പറയാം. എനിവേ,
മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സബ്സ്റ്റൻസിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ചക്ര ടയറാകുന്നു, ചക്രാസ് വീക്കാകുന്നു, നിങ്ങളുടെ ഓറ അതിന് ദ്രവീകരണം സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് അറിയാമായിരിക്കാം. എൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറിയാവുന്ന ആളുകൾ അതങ്ങോട്ട് തുറന്ന് പറയുകയില്ല. കാര്യം വേറൊന്നും കൊണ്ടുമില്ല, പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊക്കെ കേട്ടതുപോലെ ഈ മോശമായിട്ടുള്ള കമൻസും ദയവിത് ബോഡി ഷേമിങ് നിർത്തുക ആളുകൾ, തെറ്റാണ്, നിങ്ങളൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഈ ചാനലിൽ വരുന്ന പല ആളുകൾക്കും അങ്ങനത്തെ ദുരനുഭവങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. സോ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ്. മലയാളികളുടെ ഒരു വൃത്തികെട്ട സ്വഭാവം കൂടെയാണ് ഈ ബോഡി. അതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സുനിത വില്യംസിൻ്റെ കേസിൽ പോലും ഭയങ്കര ഷോക്കിംഗ് ആണ്. അങ്ങനെയല്ല, നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക. അത് പറ്റുന്നില്ല എന്നെങ്കിൽ നിന്ദിക്കാതിരിക്കുക. മറ്റുള്ളവരെ കൊണ്ട് എന്തും പറയാമെന്നുള്ളൊരു അതെ, മോശമായിട്ടുള്ള കാര്യം. ഇതൊക്കെ ഇൻ്റർനാഷണലി പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് വേൾഡ് പല ഇൻഡെക്സുകൾ എടുത്തു നോക്കുമ്പോഴും ടോപ്പ് 1 ആണ് ഇന്ത്യയിൽ. പക്ഷേ ഇത്തരത്തിലൊരു കേസ് പോയി, ഒരു കമൻറ്റ് പോയി, അതൊന്ന് ട്രാൻസ്ലേഷൻ ചെയ്താൽ തീരും കേരളക്കാരുടെ എന്താ പറയുക ഈ ഒരു കമൻറ്റ് മെൻറ്റാലിറ്റി. പറഞ്ഞു വന്നത് ഇതാണ്, ഓറയ്ക്ക് കോട്ടം സംഭവിക്കും, ചക്രകൾ വീക്കാകും. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സോള് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്ന് വിഡ്രോ ആയി പോവുകയില്ല. ഹാങ് ഓവർ കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാവരും പറയും, ഓ എന്തോ തലവേദന, എന്താ ഇന്നലെ പറഞ്ഞതെന്ന് ഒരു ഓർമ്മയില്ല, എന്താ ഇന്നലെ പ്രവർത്തിച്ചതെന്ന് ഓർമ്മയില്ല, എന്താ സംസാരിച്ചതെന്ന് ഓർമ്മയില്ല. ഓർമ്മ കാണില്ല. പകരം നിങ്ങളുമായിട്ട് സ്റ്റക്കായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എൻറ്റിറ്റി അതുകൂടെ കാണും. ഇത് കഴിയുമ്പോൾ ഹാങ് ഓവറായി, പിന്നെ 2 ദിവസങ്ങളിൽ ഡിപ്രഷനായി, ഫിസിക്കൽ ഡിഫിക്കൽട്ടീസായി. അതോടൊപ്പം തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളുകൾ വരെയുണ്ട്, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത ആളുകളുണ്ട്. ഇവൻ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നിപ്പിൽ ആളുകൾ പോയി ആക്സിഡൻ്റ് ആവുന്നു, അമ്മയെന്നോ പെങ്ങളെന്നോ ഇല്ലാതെ വയലൻസ് ചെയ്യുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു റീസണാണ്. ബോധാവസ്ഥയിലിരിക്കുന്ന ഒരു മകൻ അമ്മേനെ പീഡിപ്പിക്കുമോ? ഒരിക്കലും. സഹോദരിനെ പീഡിപ്പിക്കുമോ? അധ്യാപികയെ ചീത്ത പറയുമോ? അല്ല അധ്യാപകരെ ചീത്ത പറയുമോ ബോധാവസ്ഥയിലിരിക്കുമ്പോൾ? അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ അത്രയും ക്രൂലായിട്ട് നമ്മളെ പണിഷ് ചെയ്യുന്ന ടീച്ചേഴ്സാണെങ്കിൽ സഹി കെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലാതെ ബോധാവസ്ഥയിൽ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തന്നെ അങ്ങനെ സംസാരിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഈ കാര്യമാണ്. നിങ്ങളുടെ ഓറ വീക്കാവുന്നു, ചക്രാസ് വീക്കാവുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനൊന്നും ആ സമയത്ത് കാണില്ല. കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർക്കൊന്നും ഇത്തരം സബ്സ്റ്റൻസസ് സഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നാച്ചുറലി അവരുടെ പ്രൊട്ടക്ഷൻ പെട്ടെന്ന് വിഡ്രോ ആകും, പിന്നെ നിങ്ങൾ തനിയെയാകും. ആ സമയത്ത് എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് നിങ്ങളിലേക്ക് കടന്നു വരും, കണക്ട് ചെയ്യും. പക്ഷേ മാഡം അവിടെ ഒരു സംശയം, ഇപ്പം ഏത് ആരാധനയും ആയിക്കോട്ടെ, ഇപ്പം ജപമായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധന ആയിക്കോട്ടെ, ഒരു നന്നായിട്ട് ഉപാസന ചെയ്യുന്ന ഒരാൾ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ, എപ്പോഴും ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവല്ലേ? അങ്ങനെ പറയാൻ പറ്റുകയില്ല. അവർക്കും വീഴ്ചകൾ വരാം. കഴിയുന്നതും അത്തരത്തിലെ ആളുകൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ ആഘാതം കുറയും എന്നേ ഉള്ളൂ. പക്ഷേ വീഴ്ചകൾ വരാം. ആഘാതം കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആഘാതം കുറവായിരിക്കും, പക്ഷെ എന്നാലും ചെറുതായിട്ടൊക്കെ വരും. മാനുഷിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ യഥാവിധി അനുഭവിക്കണം. എന്നാൽ ആ ആഘാതം കുറയ്ക്കാൻ നമ്മുടെ സാധനങ്ങൾ നമ്മളെ സഹായിക്കും.